പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചക പുസ്തകം 58 അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. ഹാഗളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിനും അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിൽ അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ഇവിടെ ആദ്യത്തെ 2 കാര്യം നമ്മൾ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കണം. ഉറക്കെ വിളിക്കുക. ആരെ വിളിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്? ദൈവത്തെ വിളിക്കുന്നതിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, യെരിക്കോ കോട്ടയ്ക്ക് ചുറ്റും 6 ദിവസം മൗനമായി നടന്നെങ്കിൽ 7-ാം ദിവസം ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ആ കോട്ട തകർന്ന് താഴെ വീഴാൻ ഇടവന്നെങ്കിൽ ഞാനൊരു ദൂത് പറയാം. വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് തടസ്സവും പ്രയാസവും വേദനയും വിഷമവും വരുത്തുന്ന ചില കോട്ടകളെ പൊളിക്കുവാൻ നമ്മൾ ഉറക്കെ നിലവിളിച്ചേ മതിയാകൂ. ഉറക്കെ നിലവിളിക്കുമ്പോൾ കോട്ട തകരും. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ദേവാലയത്തിന്റെ തിരശീല അടി തുടങ്ങി മോള് തുടങ്ങി അടിയോളം കീറി. പാറകൾ പിളർന്നു. വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കാൻ ഇടവന്നു. ഇവിടെ ദൈവസന്നിധിയിലുള്ള നിലവിളി അടങ്ങിയിരിക്കരുത് എന്ന് കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീ മിണ്ടാതിരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം. ബൈബിള് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെ അടങ്ങിയിരിക്കരുത്. ഹാഗളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിനും അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിൽ അവരുടെ പാപങ്ങളെയും അറിയിക്കണം. തെറ്റുകളെ വിളിച്ച് നമ്മൾ അറിയിക്കേണ്ടത് എങ്ങനെയാണ്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിച്ച് കർത്താവിൻ്റെ കൂടെ ജീവിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നാശത്തിന്റെ വഴിയിലേക്ക് പോകുമെന്ന് വിളിച്ചു പറയുന്ന ശബ്ദമുണ്ടാകണം. ഇവിടെ ദൈവസന്നിധിയിൽ ഉറക്ക നിലവിളിക്കുമ്പോൾ പാപത്തിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞ മനുഷ്യന്റെ പാപബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവം ഇടയാക്കി. നിനവേ നഗരത്തിൽ കടന്നത് എന്ന യോനാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ നിനവേ നിവാസികൾ രാജാവടക്കം ചാക്കുടുത്ത് ചാരം പൂശിയെങ്കിൽ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടോ, പോരായ്മയുണ്ടോ, ഉറക്ക നിലവിളിക്കണം. നമ്മുടെ കുറവുകൾ മുഴുവൻ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എന്തിനാ? ദൈവം സ്വർഗം തുറന്ന് നമ്മുടെ മധ്യയെ കടന്നു വരും. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഒരുക്കാം. ദൈവം നമ്മളെ വിളിച്ചത് അടങ്ങിയിരിക്കാനല്ല, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനാണ്. സകല മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. ഇസ്രായേൽ ഗൃഹത്തെ നോക്കി നീ നശിക്കും, നിന്റെ പാപത്തിൽ നിന്ന് നീ ഇപ്പോൾ പിന്തിരിഞ്ഞോണമെന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ, ഇന്ന് നമ്മോട് കർത്താവ് പറയാണ്, ഈ ശബ്ദം ബൈബിളിലൂടെ തിരുവെഴുത്തിലൂടെ കേൾക്കുന്നെങ്കിൽ നമ്മൾ മനം തിരിഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മടങ്ങി വരവിന്റെ ഒരു സമയമാണ് ദൈവം തന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വന്ന് മുട്ടിന്മേൽ വീണ് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നമ്മുടെ മുന്നിലുള്ള സകല തടസ്സങ്ങളും മാറ്റും, സകല പ്രശ്നങ്ങളും മാറ്റും,
സകല രോഗങ്ങളും മാറ്റും, സകല വേദനകളും മാറ്റി നമ്മളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമ്മൾ ഈ വചനപ്രകാരം നമ്മളെ ഒരുക്കി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിൽ ജീവൻ പകരണം, ശക്തി പകരണം, അഭിഷേകം പകരണം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കുന്ന ശക്തി എനിക്ക് അനുഭവിക്കാൻ ഇടയാക്കണം. കർത്താവിന്റെ മഹത്വം എൻ്റെ മേൽ വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.